ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇത് നമ്മുടെ ക്യുഎൻഎയുടെ 4ാമത്തെ പാർട്ടാണ്. അപ്പൊ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഷേവിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വെച്ച് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റിനെ പറ്റി ആദ്യമേ പറയാം. നമ്മൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ അത് തിക്കായിട്ട് വരുമോ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യേണ്ടത്, എത്ര വയസ്സ് തൊട്ട് നമുക്ക് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാം, ഇത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ആണുങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഷേവ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്കായിട്ട് വരും എന്നുള്ളത് അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഷേവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്താണ് വിടുന്നത്. അപ്പം നമ്മുടെ ഹെയറിനൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം ആ തുമ്പ് ഭയങ്കര സ്ലിം ആയിട്ടും അതിന്റെ ബേസ് കുറച്ച് കട്ടിയുള്ളതുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ ആ ബേസിലെ തിക്നെസ് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ മുടി തിക്കായിട്ട് വരുന്നു എന്നുള്ളത്. അല്ലാതെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെയർ ഒരിക്കലും തിക്കായിട്ട് വരത്തില്ല. പിന്നെ ആ തെറ്റിദ്ധാരണ വരാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 18 വയസ്സിലെ ആമ്പിള്ളേർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വരാത്ത, മീശന്ന് വരാത്ത ആമ്പിള്ളേരുടെ അടുത്ത് നമ്മൾ പറയും ഷേവ് ചെയ്ത് നോക്കുക, അപ്പൊ നിന്റെ ഹെയർ പെട്ടെന്ന് വരുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ആമ്പിള്ളേർ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ അവർ ഹെയർ പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അത് ആക്ച്വലി അവരുടെ ഗ്രോത്ത് സ്പീഡിന്റെ ഭാഗമായിട്ട്, അതായത് അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട്, ഹോർമോണൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്നതാണ്. അതായത് ഷേവ് ചെയ്തത് കൊണ്ടല്ല ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ നമ്മൾ ഹെയർ ഷേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും മുടി തിക്കായിട്ട് വരത്തില്ല, ഒന്നാമത്തത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ല വേ ഓഫ് റിമൂവ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഷേവിംഗ് ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അതൊരു തരം എക്സ്ഫോളിയേഷൻ നടത്തുകയാണ് നമ്മുടെ സ്കിന്നിൽ. അപ്പം നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലാത്ത ഡെഡ് സ്കിന്നിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടും. നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ എന്ന് പറയുന്ന ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഷേവ് ചെയ്ത് ആ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല സ്കിന്നാണ് പുറത്ത് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ലൈറ്റ് തട്ടിയിട്ടുള്ള ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്തിരുന്ന ആ ഒരാളാണെങ്കിൽ നമുക്ക് ആ സ്കിൻ എപ്പോഴും ഡള്ളായിട്ട് തോന്നും. അപ്പൊ നമ്മുടെ ഫേസിൽ ഗ്ലോ കിട്ടാനും ഫേഷ്യൽ ഹെയർ റിമൂവൽ, പ്രത്യേകിച്ചും ഷേവിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഷേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നൈറ്റിൽ ഷേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും. രണ്ടാമത്തേന്ന് വെച്ചാൽ, നിങ്ങൾ 18 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ മാത്രമേ ഫേഷ്യൽ ഹെയർ ഷേവ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഷേവ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകിൽ ഒരു ഷേവിംഗ് ജെല്ല് യൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള ഏതെങ്കിലും ഫേഷ്യൽ ഓയിൽസ് യൂസ് ചെയ്തിട്ട് വേണം, അതായത് ഒരു ലൂബ്രിക്കേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ഷേവ് ചെയ്യാൻ. ഒരിക്കലും ഡ്രൈ ഷേവ് ചെയ്യരുത്. കാരണം ഡ്രൈ ഷേവ് ചെയ്താൽ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികം മുറിവൊന്നും ഉണ്ടാവത്തില്ല, നമുക്ക് വർക്ക് ചെയ്യാൻ ടൈം കിട്ടും. ഷേവ് ചെയ്യുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് വേണം ഷേവ് ചെയ്യാനായിട്ട്. പിന്നെ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് എപ്പോഴും നല്ല ഷാർപ്പായിട്ടുള്ളതായിരിക്കണം. നമ്മൾ ഈ ഒട്ടും വർക്ക് ചെയ്യാത്ത ടൈപ്പ് ബ്ലേഡ് ഒന്നും എടുക്കരുത്. മാത്രമല്ല, ഒരു ഏരിയയിൽ 1-2 പ്രാവശ്യം, അതിൽ കൂടുതൽ ഭയങ്കരമായിട്ട് വലിച്ച് ഹെയർ റിമൂവ് ചെയ്യാനും നിൽക്കരുത്. കാരണം അതൊക്കെ നമ്മുടെ അവിടെ മുറിവ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ അയക്കാതെ കൊടുക്കാം. അത് വെച്ച് നോക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാം. പിന്നെ മറ്റൊരാൾ യൂസ് ചെയ്ത ഷേവിങ് സാധനം എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇന്റിമേറ്റ് ഏരിയ, നമ്മുടെ ഫേസ് ആണെങ്കിൽ പോലും നമ്മൾ പേഴ്സണൽ ഏരിയയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അതിപ്പോൾ ഒരാൾക്ക് മോക്കുരു ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിലോ അത് നമ്മുടെ ഫേസിലോട്ട് വരാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ എടുത്തു പറയുന്നത് വീട്ടിൽ സിസ്റ്റേഴ്സ് ഉള്ള ആൾക്കാരുടെ അടുത്താണ്. നിങ്ങൾ ചേച്ചി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റേസർ എടുത്ത് ചെയ്യണം. അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ റേസർ ഉണ്ട്. ഫേഷ്യൽ ഹെയറിന് വേണ്ടി ഒരു ഫേഷ്യൽ റേസർ ഉണ്ട്, അത് യൂസ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ അണ്ടർ ആം റിമൂവ് ചെയ്യാനോ അതല്ലെങ്കിൽ നമ്മൾ കയ്യിലോ കാലിലോ ഒക്കെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആണുങ്ങൾ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുത്. ഒന്നാമത്തേന്ന് വെച്ചാൽ, നമ്മുടെ ഗേൾസിന്റെ ഫേഷ്യൽ ഹെയർ ഭയങ്കര തിന്നായിട്ടുള്ള സാധനം, അത്രയും തിക്കായിട്ടുള്ള ഹെയർ റിമൂവ് ചെയ്യുന്ന സാധനം നമുക്ക് വേണ്ട. കാരണം താടിയൊന്നും പഠിക്കുന്ന അത്രയും തിക്കായിട്ടുള്ള സാധനം വേണം. അപ്പൊ നമ്മൾ അതിട്ട് നമ്മുടെ സ്കിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്ന് മുറിയാനുള്ള ചാൻസും ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള ചാൻസും നമ്മുടെ സ്കിൻ ബാര് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ. അത് മാത്രമല്ല അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ബ്രൈഡ്സിനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബ്രൈഡ്സ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ, അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് തലേന്ന് അല്ലെങ്കിൽ പ്രീ വെഡിങ്, ഹൽദി, അങ്ങനത്തെ പല പല സംഭവങ്ങൾ ഉണ്ടാവില്ല, അതിനൊക്കെ 2 ദിവസം മുന്നേ തന്നെ നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ തലേന്നോ അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് നല്ല എക്സ്പോസ് ആയിരിക്കും, റിമൂവ് ചെയ്ത് നല്ല എക്സ്പോസ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് ഇറിറ്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോള്, വിറ്റാമിൻ സി ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ അന്ന് ഒരിക്കലും ഈ ഒരു സെറംസും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ സൺസ്ക്രീനും മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയാണ് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫേഷ്യൽ ഹെയറിനെ പറ്റിയും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോബെറി സ്കിൻ അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ലെഗ്സിന് സ്ട്രോബെറി ടൈപ്സ്, സ്ട്രോബെറിയുടെ ഔട്ടർ സ്ട്രക്ചർ അല്ലേ, അത് വരുന്ന ആൾക്കാർ, അതുള്ള ആൾക്കാരാണ് ഈ സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ 6 ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ ഈ സ്ട്രോബെറി സ്കിൻ അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സ് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, സ്ട്രോബെറി ലെഗ്സ് സ്കിൻ എന്നൊക്കെ ഉള്ളത് ഒരു മെഡിക്കൽ ടേം ഒന്നും അല്ല കേട്ടോ. നമ്മൾ കോമണേഴ്സ് കണ്ടുപിടിച്ചൊരു വാക്കാണ്. ആര് കണ്ടുപിടിച്ചെന്ന് പോലും അറിഞ്ഞൂടാ. പ്രധാനമായിട്ട് 6 റീസൺസ് ആണ് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ കെരാട്ടോസിസ് പൈലാരിസ്, രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോഗ്ഡ് പോസിലെ അത്, മൂന്നെന്ന് വെച്ചാൽ ഇൻഗ്രോൺ ഹെയർ, അതായത് നമ്മൾ ഹെയർ ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ അത് അകത്തോട്ട് വരത്തില്ലേ അത്, നാലാമത്തേന്ന് വെച്ചാൽ റേസർ ബംസ്, അഞ്ചാമത്തേന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റിസ്, ആറാമത്തേന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റിസ്. ഈ 6 കണ്ടീഷനാണ് നമ്മൾ സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കെരാറ്റോസിസ് പൈലാരിസ് ആണെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കായിരിക്കും വരുന്നത്. കാരണം നമ്മുടെ ഡെഡ് സ്കിൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോഡി ലോഷനോ ടോണറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക റെഗുലർ ആയിട്ട്. മാത്രമല്ല വീക്ക്ലി വൺസോ ടോയ്സോ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, അതായത് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുക. അത് പക്ഷെ നമ്മൾ ഏറ്റവും പൗഡേർഡ് ഫോമിലുള്ള ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പ്ലമ്മിലൊക്കെ ഉണ്ട് ഒരു പൗഡേർഡ് ഫോമിലുള്ളത്, അത് ഏതെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എപ്പോഴും നമ്മുടെ ബോഡിയിലേ ചെയ്യാവുള്ളൂ, ഫേസിൽ ചെയ്യരുത്. അപ്പോൾ വീക്ക്ലി വൺസോ ടോയ്സോ അത് ചെയ്യാം. പിന്നെ എപ്പോഴും ഷിയ ബട്ടർ അതല്ലെങ്കിൽ യൂറിയ പോലെയുള്ള കണ്ടന്റ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് ഏറ്റവും കൂടുതൽ സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെരാറ്റോസിസ് പൈലാരിസ് മാറ്റാം. ക്ലോഗ്ഡ് പോസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബോഡി വാഷ് എപ്പോഴും സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യുക. നിങ്ങൾ വീക്ക്ലി വൺസോ ടോയ്സോ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് നല്ലതാണ്, ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ഒരുപാട് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാതെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇൻഗ്രോൺ ഹെയർസ് അല്ലെങ്കിൽ റേസർ ബംസും ഒക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഷേവ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, ഷേവിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്ത ആൾക്കാർക്കാണ് ഈ 2 കണ്ടീഷനും വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എങ്ങോട്ടാണോ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഉള്ളത് അങ്ങോട്ട് ഷേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഡ്രൈ ഷേവ് ചെയ്യുക, അതായത് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഷേവിങ് ക്രീമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഹെയർ കണ്ടീഷണറില്ലേ അതെങ്കിലും വെച്ചിട്ട് അത് തേച്ചതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെ ഷേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റേസർ ബംസ് ഇൻഗ്രോൺ ഹെയർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രോൺ ഹെയർ മാറ്റാൻ പറ്റും. അടുത്ത കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റീസ് ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നതാണ്, ചെറിയ പസൊക്കെ ഉണ്ടായിട്ട്. അങ്ങനെയാണെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് ബോഡി വാഷസ് സോപ്പും ഒക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ മാത്രമല്ല നിങ്ങൾക്ക് എക്സസീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കേഷൻ എടുക്കും, ഡോക്ടറിനെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് ജസ്റ്റ് ഒരു പെട്ടെന്ന് പറയേണ്ടത് സ്ട്രോബെറി ലെഗ്സിനെ പറ്റി. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഐക്കാർഡ് ഒരു വീഡിയോ കൊടുക്കാം, അത് കണ്ടു നോക്കിയാൽ മതി. കാരണം ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ചോദിക്കുന്നവളൊന്നുകൂടെ പറഞ്ഞു കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണില്ലെങ്കിൽ ഇതിനകത്ത് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് മനസ്സിലാവും. അപ്പൊ ഇതാണ് സ്ട്രോബെറി ലെഗ്സും സ്ട്രോബെറി സ്കിൻസും. പിന്നെ ഇതുള്ള ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ചില സമയങ്ങളിൽ ഇത് ആണുങ്ങൾക്ക് കൈയുടെയൊക്കെ അവിടെ വരും, അപ്പൊ നമുക്ക് ഒരുമാതിരി നാരായിട്ടൊക്കെ ഇരിക്കും. അത് കൂടുതൽ കെരാറ്റോസിസ് പൈലാരിസ് ആയിരിക്കും. ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും, ആ ഒരു മുള്ളു കൊള്ളുന്ന കണക്ക് ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
അടുത്ത വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എന്റെ ഫേസ് മൊത്തം ഇങ്ങനെ പൊരിഞ്ഞളവും, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും, അത് എന്തുകൊണ്ടാണെന്ന്. അത് പ്രധാനമായിട്ട് 2 റീസൺ കൊണ്ടാവും. ഒന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഒരുപാട് ആൽക്കഹോൾ ഉള്ള, അതായത് നമ്മുടെ ഓയിൽ ഒരുപാട് വലിച്ചെടുക്കുന്ന ടൈപ്പ് ഫേസ് വാഷുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ്സും ആ ഒരു പൊരിഞ്ഞിളവലും തോന്നാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ ആയിരിക്കും, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈനെസ് തോന്നാം. ചിലപ്പോൾ നിങ്ങളത് എക്സ്ട്രീംലി ഓയിലി സ്കിൻകാർക്കുള്ള ഫേസ് വാഷ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോമിങ് ഫേസ് വാഷ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഏറ്റവും നല്ല ഓയിലി സ്കിൻകാർക്കായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫേസ് വാഷ് എടുത്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡ്രൈനെസ്സും പൊരിഞ്ഞിളവലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രൈ സ്കിൻകാരെ അല്ലെങ്കിൽ നോർമൽ സ്കിൻകാരെ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷസ് അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങളിപ്പോൾ ഓവറായിട്ട് നിങ്ങളുടെ ഫേസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻകാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഓൾറെഡി കുറച്ച് ഓയിലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓവറായിട്ട് ഓയിൽ വലിച്ചെടുക്കുന്ന ഒരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന് ഓയിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സെബം ഉണ്ടാക്കാനായിട്ട് ഒരു മടി കാണും, അല്ലെങ്കിൽ ഉണ്ടാക്കൽ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ ഉണ്ടാക്കി എത്തുന്നത് വരെ നമ്മുടെ സ്കിന്നിന് ആ ഒരു ഡ്രൈനെസ് തോന്നും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ ഫേസ് വാഷുകൾ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ പ്രത്യേകിച്ച് വലിയ അഴുക്കൊന്നും മുഖത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഇപ്പൊ ചില ആൾക്കാർക്ക് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ സലയോ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഒരുപാട് വിയർക്കുന്ന ആൾക്കാരൊക്കെ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒഴികെ നോർമലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെ സാധാരണ വെള്ളം കൊണ്ടൊന്നും മുഖം കഴുകിയാൽ മതി. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡബിൾ ക്ലെൻസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം, കാരണം ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ ക്ലെൻസർ ഇട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് നമ്മുടെ ഫേസിൽ എണ്ണ വലിച്ചെടുക്കത്തില്ല. രണ്ടാമത്തെ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഏതെന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ സെറ്റാഫിലിന്റെ ഫേസ് വാഷ്, അല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, അതല്ലെങ്കിൽ ഡോട്ടാൻകിയുടെ ബാരിയർ റിപ്പയർ ക്ലെൻസർ, അതല്ലെങ്കിൽ ഡെർമക്കോൾ 2% നിയാസിനമേറ്റ് ക്ലെൻസർ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ സിക്ക ആൻഡ് നിയാസിനമേറ്റ് ക്ലെൻസർ. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ്. നമ്മുടെ ഓവറായിട്ട് നമ്മുടെ സ്കിന്നിൽ ഓയിൽ വലിച്ചെടുക്കത്തുമില്ല, എന്നാൽ നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കഴുകി തരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കണം. എക്സാമ്പിൾ പറയാൻ ഡോട്ടാൻകിയുടെ സെറമൈൻ മോയ്സ്ചറൈസറോ, അല്ലെങ്കിൽ സെറ്റാഫിലിന്റെ ഡ്രൈ സ്കിൻകാരുടെ മോയ്സ്ചറൈസറോ, അല്ലെങ്കിൽ സെറാവി ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസറോ, അങ്ങനെ ഏതെങ്കിലും തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഡ്രൈ സ്കിൻകാർ എപ്പോഴും ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവാനും പൊരിഞ്ഞിളകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് വീണ്ടും പൊരിഞ്ഞിലവൽ ആ ഒരു പൊരിയൽ തോന്നുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ എവിടെയൊക്കെയാണോ പൊരിയൽ തോന്നുന്നത് അവിടെ മാത്രം വാസലിൻ അപ്ലൈ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മുഖം മൊത്തവും ജസ്റ്റ് കുറച്ച് വാസലിൻ ഇട്ട് അപ്ലൈ ചെയ്ത് കിടക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ നിന്ന് വെള്ളം പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രാൻസ് എപ്പിഡെർമൽ വാട്ടർ ലോസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അത് അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് തടയാനായിട്ട് വാസലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വാസലിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അയക്കാതെ ഒരു വീഡിയോ എടുക്കാം, അത് വാസലിനെ പറ്റി, കാരണം എന്തുകൊണ്ട് ഈ വാസലിനെ തടയുന്നു എന്നുള്ളതിനൊക്കെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞല്ലാണ്ട് ഡ്രൈ സ്കിൻകാർക്ക് കൂടുതൽ മോയ്സ്ചറൈസറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡിൽ കൊടുക്കാം. വേണമെങ്കിൽ കണ്ടാൽ മതി, കാരണം അങ്ങനെ കാണാൻ താല്പര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ആ വീഡിയോ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഈ വീഡിയോ പറഞ്ഞിരുന്നത്. വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും മതി. ഓൾമോസ്റ്റ് ഈ മോയ്സ്ചറൈസർ തന്നെ ഞാൻ അവിടെയും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പിക്ക് ചെയ്യുക. അങ്ങനെ തിക്കായിട്ട് മാക്സിമം ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ് വാഷ് വാങ്ങിക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫേസ് വാഷുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു നോക്കുക. അതിനകത്ത് എവിടെയെങ്കിലും ആൽക്കഹോൾ എന്നുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫേസ് വാഷുകൾ എടുക്കരുത്. അതുപോലെ തന്നെ പിച്ച് ഹേസൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഫേസ് വാഷുകൾ എടുക്കരുത്. പിന്നെ ആസ്ട്രിച്ചൻഡെന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ 3 ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഫേസ് വാഷുകളും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് ഓയിൽ വലിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് എൻ്റെ സ്കിൻ വീണ്ടും ഡാർക്ക് ആവുന്നു, അതെന്തുകൊണ്ടാണ്? പ്രധാനമായിട്ട് 5 റീസൺ കൊണ്ടായിരിക്കും ഇത് വരുന്നത്. ഒന്നാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ സൺസ്ക്രീനകത്ത് ഒന്നുകിൽ ഓക്സി ബെൻസോൺ, അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ്, അല്ലെങ്കിൽ ടൈറ്റാനിയം ഓക്സൈഡ്, ഈ 3 ഇൻഗ്രീഡിയന്റുകളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡാർക്ക് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് സൺസ്ക്രീൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നില്ല. അതായത് നമ്മൾ 2 ഫിംഗർ റൂളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നിങ്ങൾ കുറച്ച് മാത്രം ഒരു കോയിൻ എമൗണ്ട് എങ്ങാനും എടുത്ത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ
കാരണം നിങ്ങൾ സൺസ്ക്രീൻ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സൺ ഡാമേജ് വരാനും സ്കിൻ ഡാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത മൂന്നാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ ഇടുന്ന സൺസ്ക്രീനകത്ത് വിറ്റാമിൻ സി ഉള്ള സൺസ്ക്രീൻ വാങ്ങിച്ചിടും. അപ്പൊ ഈ വിറ്റാമിൻ സി ഇൻഗ്രീഡിയന്റ് സൺലൈറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. ആ ഓക്സിഡൈസേഷൻ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡാർക്കനിങ് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ സൺസ്ക്രീൻ ഭയങ്കര ആഷി, അതായത് കൂടുതൽ തിക്കായിട്ടുള്ള ഒരുപാട് വൈറ്റ് ചോക്കി അപ്പിയറൻസ് ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സൺസ്ക്രീൻ നിങ്ങൾ പ്രത്യേകിച്ചും വെച്ച് ഡാർക്കർ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആഷി അപ്പിയറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ ഡാർക്കായിട്ട് തോന്നും. അപ്പം നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനും അല്ലെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീനാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ശ്രദ്ധിക്കുക, രാവിലെ ഇട്ടിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് ആ ഡാർക്ക്നെസ് തോന്നുന്നത്. നമ്മുടെ സൺസ്ക്രീൻ ഒരു 2 to 3 hours വരെ നമ്മൾ ഡയറക്റ്റ് പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ അത്രയും എക്സ്പോഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ 3 hours ഗ്യാപ്പിലും അല്ലെങ്കിൽ 2 hour ഗ്യാപ്പിലും റീഅപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഫലം ഇല്ലാണ്ടായപ്പം മാക്സിമം റീഅപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പൗഡർ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പൗഡർ സൺസ്ക്രീൻ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് ഇനഫ് പ്രൊട്ടക്ഷൻ തരത്തില്ല. ഒരു റീഅപ്ലിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മേക്കപ്പിന്റെ മുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കൺവീനിയൻറ്റ് അല്ലാണ്ട് ഒരു പ്രോപ്പർ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ നമുക്ക് ഒരിക്കലും പൗഡർ സൺസ്ക്രീൻ തരാൻ പോകുന്നില്ല. അടുത്താണ് സ്പ്രേ സൺസ്ക്രീൻ. സ്പ്രേ സൺസ്ക്രീൻ നമ്മുടെ നല്ലതാണ്, നമ്മുടെ ഫേസിലും ബോഡിക്കും ഒക്കെ നല്ലതാണ്. പക്ഷെ അതും ഒരു റീഅപ്ലിക്കേഷൻ ബേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെയാണ് നമ്മുടെ സ്റ്റിക്ക് സൺസ്ക്രീൻ. ഇതെല്ലാം നമുക്ക് റീഅപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാന്നല്ലാണ്ട് നമ്മളൊരു ഡെയിലി ബേസിസിൽ ഫസ്റ്റ് നമ്മുടെ പ്രൈമറി സൺസ്ക്രീൻ ആയിട്ട് ഒരിക്കലും ഈ സൺസ്ക്രീനുകൾ യൂസ് ചെയ്യരുത്. കാരണം ഇതൊന്നും നമുക്ക് ഇനഫ് പ്രൊട്ടക്ഷൻ തരുന്നില്ല. ഇനി ഫോണിനകത്തുള്ള UV ഫിൽറ്റർ വെച്ചിട്ട് നിങ്ങൾ മുഖത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനഫ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ട് തോന്നും. അത് ഒരു ഫിൽറ്ററാണ്. ആ നമ്മുടെ ഫോണിന് ഒരിക്കലും നമ്മുടെ ഒറിജിനൽ UV ഫിൽറ്റർ കാണിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് സാധാരണ നമ്മൾ ഈ എന്താ പറയുന്ന കുറെ ഫിൽറ്റേഴ്സിൽ അത്ര ഉപകാരമുള്ളൂ. അതൊരിക്കലും നമ്മൾ ഇനഫ് പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതായത് നമ്മുടെ ആ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ UV സൺസ്ക്രീൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇൻഫാക്ട് UV ക്യാമറകളിൽ പോലും പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ വേണം, നിങ്ങൾക്ക് സൺ ഡാമേജിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു രക്ഷ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം സൺസ്ക്രീൻ നമ്മൾ ക്രീം സൺസ്ക്രീൻ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് നിങ്ങൾ അലർജിക്ക് അല്ലാത്തതായിട്ടുള്ള ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പൈസ വെറുതെ ആവും. അപ്പൊ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുക. ഇപ്പൊ എടുത്ത് ചോദിക്കും സ്റ്റിക്ക് സൺസ്ക്രീൻ ഇത്രയും കോമൺ അല്ലേ, എന്തുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? നമ്മൾ സ്റ്റിക്ക് സൺസ്ക്രീൻ ഒറ്റ സ്ട്രോക്ക് ആയിരിക്കും. അതായത് ഇപ്പൊ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം നമ്മൾ ഒരു സ്വൈപ്പ് മാത്രമേ സ്റ്റിക്ക് സൺസ്ക്രീന് കൊടുക്കാറുള്ളൂ. മിനിമം 7 സ്വൈപ്പെങ്കിലും നമ്മൾ സ്റ്റിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനഫ് പ്രൊട്ടക്ഷൻ കിട്ടും. ഇപ്പൊ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം നമ്മൾ 7 പ്രാവശ്യം അത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഓയിലി ആവും. അപ്പോൾ ഓയിൽ സ്കിൻകാർക്ക് എത്രത്തോളം ഇതാവും, എത്ര ഡിസഡ്വാൻറ്റേജ് ആണെന്ന് മനസ്സിലാവും. മാത്രമല്ല നമുക്ക് ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നും അത്ര സ്വൈപ്പിങ് കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു റീഅപ്ലിക്കേഷൻ ബേസ് വരെ സ്റ്റിക്ക് സൺസ്ക്രീൻ ഒക്കെ നല്ലതാണ്. റീഅപ്ലിക്കേഷൻ ഏറ്റവും നല്ലതാണ് സ്റ്റിക്ക് സൺസ്ക്രീൻ. പക്ഷെ പ്രൈമറി യൂസിന് നിങ്ങൾ എപ്പോഴും നമ്മുടെ സാധാരണ ക്രീം സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങളുടെ സൺസ്ക്രീൻ നിങ്ങളെ ഡാർക്ക് ആക്കാനുള്ള ചാൻസ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ സൺസ്ക്രീൻ ഇടുമ്പോൾ സ്വെറ്റ് ചെയ്യുന്നതിന്റെ കാരണം 2 റീസൺ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ സൺസ്ക്രീൻ എക്സ്ട്രീംലി തിക്ക് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്വെറ്റിംഗ് എഫക്റ്റ് വരും. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ UV ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഹീറ്റ് ആയിട്ട് പുറത്ത് വിടുന്ന സൺസ്ക്രീൻ, അതായത് സിങ്ക് ഓക്സിഡും ടൈറ്റാനിയം ഓക്സിഡും ഇല്ലാത്ത സൺസ്ക്രീനുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ സൺസ്ക്രീനിൽ 15 മിനിറ്റ്സ് പ്രോപ്പർ സൺ എക്സ്പോഷറിന് 15 മിനിറ്റ്സ് മുന്നേ അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്വെറ്റിംഗ് എഫക്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. ഇത്രയാണ് സൺസ്ക്രീനിൽ നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയിൽ ഞാൻ അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് വരും. അപ്പോൾ ഇതായിരുന്നു 4th ക്വസ്റ്റ്യൻ ആൻസർ സീരീസ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും സ്കിൻ കെയർ ആയിട്ടോ ഹെയർ കെയർ ആയിട്ടോ റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ച ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും ഞാൻ വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.